അയ്യോ സോന പണിയെടുക്കുന്നു. തളർത്തി വിട്ട് അതെന്താ നോക്കുന്നത്? ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. ഫാലിമി ബെറുസുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഇടയത്താഴത്തിന് എണീറ്റതാണേ. അപ്പോൾ ഒക്കെ ചുടുവാണ്, കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. കറി കുറച്ചുള്ളേ, ഇനി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നു കേട്ടോ. ഇതുണ്ടല്ലോ ഗൈസ്, ഇറച്ചിക്കറിയും ഇന്നലെ വെച്ച കിഴങ്ങ് കറിയുടെയും ബാക്കിയാണ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ആരൊക്കെയും ഉണ്ടാക്കുമെങ്കിലും അത് കമൻറ്റ് ചെയ്യണം ഗൈസ്. നല്ല വെള്ളത്തിലെ ഇപ്പറേ ആളെണീറ്റിട്ടുണ്ടേ. ഇപ്പറേ നമ്മുടെ കൂട്ടരല്ല കേട്ടോ. എനിക്ക് ചപ്പാത്തിയാണേ. ഡയറ്റും കാര്യങ്ങളൊന്നും ഉള്ളതുകൊണ്ടല്ല കേട്ടോ, എനിക്ക് ചപ്പാത്തി ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വെള്ളയപ്പം അത്രയ്ക്കൊരു ഇഷ്ടമില്ലാത്തൊരു, ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു. ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്താണ്, എനിക്ക് വെള്ളയപ്പത്തിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് എനിക്ക് ചപ്പാത്തി ചൂടാണ് കേട്ടോ ഗൈസ്. 2 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പോയി ഹാളൊക്കെ ഒന്ന് ലൈറ്റൊക്കെ ഇട്ട് കസേരയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വന്നു കേട്ടോ. ഇനി അവരെ വിളിക്കണം. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയുള്ള ചപ്പാത്തി ചുട്ടെടുക്കുവാണേ. അപ്പോൾ 2 ചപ്പാത്തി ഉള്ളൂ. അപ്പോൾ എനിക്കിതായിപ്പോൾ ഈ സ്റ്റീൽ പാത്രത്തിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടുണ്ടല്ലോ ഈ ചില്ല് പാത്രത്തിൽ കഴിക്കാനും കളറുള്ള പാത്രത്തിലൊക്കെ കഴിക്കാനും കൊതിച്ചിട്ടുണ്ട്. പണ്ട് എപ്പോഴും ഈ സ്റ്റീൽ പാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എനിക്കെന്തോ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റീൽ പാത്രത്തിൽ കഴിക്കുമ്പോഴാണ്. ഞാൻ പൊതുവേ മറ്റേ പാത്രത്തിലൊക്കെ എടുക്കൽ കുറവാണ് കേട്ടോ ഗൈസ്. അപ്പം ഉണ്ടല്ലോ, നമ്മൾ അപ്പമൊക്കെ ചുട്ടു, കറിയൊക്കെ ചൂടാക്കി. ഇനി അടുക്കളയിൽ പരിപാടിയൊന്നുമില്ല. ഇനി വലിയ ടാസ്ക് എന്ന് പറയുന്നത് അവരെ പോയി വിളിക്കലാണേ. ഇന്ന് നമ്മുടെ ഇബാദവും നോമ്പ് വെക്കുന്നുണ്ടേ. ഇന്നലെ നോമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ശനിയും ഞായറുമാണ് അവന് നോമ്പ് വെപ്പിക്കുന്നത്. അപ്പം ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 നോമ്പായിരുന്നു. 3 നോമ്പായി. ഇന്നൂടെ അവനെ വിളിക്കുന്നുണ്ട്. അപ്പം അവനൊക്കെ പോയി വിളിച്ച് വിടാം. ഭയങ്കര ടാസ്ക്കുള്ള കാര്യമാണ് ഗൈസ്. കാരണം വിളിച്ച് ഇന്നിപ്പം 4:40 വിളിച്ച് എണീറ്റ് അതൊരു 5 മണി വരെ പോകും കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് രണ്ടും കൽപ്പിച്ചിട്ട് പറയും, ഇപ്പം ബാങ്ക് വിളിക്കും, 5 മിനിറ്റ് കൂടെ ഉള്ളത്. അപ്പോൾ എല്ലാം ചാടി എണീക്കും. അങ്ങനെയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് പോയി വിളിച്ചിട്ട് വരാം. ഇതാ ആ മൂലയിലിരിക്കുന്ന ചാക്കൊക്കെ ഉണ്ടല്ലോ, ഒന്ന് കർമ്മസേനയ്ക്ക് കൊടുക്കുന്നതാണ്. പിന്നെ താഴെ നമ്മൾ പേപ്പറൊക്കെ ഇട്ട് വയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്നും കൊണ്ട് കളയാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ഒരു ചാക്കിലിട്ട് 2 ദിവസം 3 ദിവസമൊക്കെ ആകുമ്പോൾ ഒത്തിരി ഒന്നുമില്ല, അങ്ങനെ ഒരു ചാക്ക് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് കൊണ്ട് കളയുവേ. പിന്നെ ഹരിതകർമ്മസേനക്കാർ 1 മാസത്തിലൊന്നല്ലേ വരത്തുള്ളൂ. അതാണ് കേട്ടോ. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ആരും ശ്രദ്ധിക്കേണ്ട. നമുക്ക് വേറെ സ്ഥലമില്ല ഗൈസ് വെക്കാൻ. അപ്പം അതിന് പിന്നെ ഇതാ കുത്തിപ്പൊക്കി ഞാൻ പിടിച്ച് വലിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആൾക്ക് നോമ്പ് വെക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇടയത്താഴത്തിന് എണീക്കാനായിട്ട് നല്ല മടിയാണ്. ഭയങ്കര ഉറക്കഭ്രാന്തനാണ് കേട്ടോ. ഉറങ്ങിക്കഴിഞ്ഞാൽ ആന കുത്തിയാൽ പോലും അവനറിയില്ല. അതുപോലെ ഒരു ഉറക്കമാണ്. പിന്നെ ഞാനിതാ അബൂനെ വിളിക്കുകയാണ്. ബ്രഷും പേസ്റ്റും ഒക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ അപ്പങ്ങളെല്ലാം കൊണ്ട് മേശപ്പുറത്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് എണീറ്റിട്ടില്ല. അത് കഴിഞ്ഞാണ് എണീക്കുന്നത്.
ഓരോരുത്തർക്കും ഓരോരോ സമയമാണ്. 5 മിനിറ്റ് താമസിച്ചാണ് എല്ലാവരും എണീക്കുന്നത്. ഒരുമിച്ച് ആരും എണീക്കത്തില്ല. അപ്പോൾ ഇതാ ഞാൻ അപ്പവും കറിയും ചപ്പാത്തിയും ഒക്കെ എടുത്ത് വെച്ചു. പിന്നെ മക്കൾ പല്ല് തേക്കുവാണ് കേട്ടോ. അബു എണീറ്റിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനിതാ ഇബാദിന് അപ്പമൊക്കെ എടുത്ത് കൊടുക്കുവാണ് കേട്ടോ. ആൾ കഴിക്കാനായിട്ടും ഒരിച്ചിരി പാടുള്ള ആളാണ് കേട്ടോ. എന്ത് സാധനം കൊടുത്താലും അവന് ഒന്നോ പറഞ്ഞ് കഴിച്ചാലേ ഉള്ളൂ 2 എണ്ണമൊക്കെ അവൻ കഴിക്കത്തുള്ളേ. അപ്പം ഞാൻ അത് പറയുകയാണ്, എടാ എന്തായാലും നോമ്പ് വയ്ക്കുന്നതല്ലേ, 1 എണ്ണം കൂടെ കഴിക്കണം പറഞ്ഞ് 2 എണ്ണം ഞാൻ നിർബന്ധിച്ച് കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു നോട്ടം നോക്കിയിട്ടോ എൻ്റെ പൊന്നോ, ആളെ കഴിപ്പിക്കാനായിട്ട് വലിയ പാടാണ്. ഇതാ ആദ്യം ഞാനും മക്കളും കൂടെ ഇരുന്നു കേട്ടോ. ഞങ്ങൾ 3 പേര് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സ്ഥലമില്ല. നമ്മുടെ ഇവിടെ കസേര കുറവാണ്. ടേബിളിൻ്റെ അടുത്ത് ആകെ 2 കസേരയേ ഉള്ളൂ. പിന്നെ ഞാൻ വേഗം എണീക്കും കേട്ടോ. മക്കൾ കണ്ടില്ലേ, ഇടയത്താഴത്തിന് എണീക്കാനായിട്ട് 2 പേർക്കും വലിയ പാടാണ്. നമുക്കാണേലും അതെയല്ലോ. പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ചടഞ്ഞ് നിൽക്കും. പിന്നെ ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി ഉഷാറ് വരുന്നതാണ്. മക്കളുടെ കാര്യം അങ്ങനെയല്ലല്ലോ. അത് കഴിഞ്ഞ് ഈ ഇടയത്താഴമൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകാനായിട്ട് ഭയങ്കര മടിയാണ്. പക്ഷേ ഞാൻ ഓടിച്ചു വിടും കേട്ടോ. ഇങ്ങനെയൊന്നും ഇരിക്കത്തില്ല. അങ്ങനെ ഇബാദിതെ അപ്പുറം വന്ന് ഇരിപ്പുണ്ട്. ആദ്യം അവനെ പല്ല് തേപ്പിക്കാൻ എണീപ്പിച്ച് വിട്ടതാണ്. പിന്നെ ആ വാഷ് ബേസിൻ്റെ അവിടെ പോയി 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായിട്ട് ഫസ്റ്റ് അബുവാണ് തേച്ച് വന്നത്. പിന്നെ ഇബാദും തേച്ച് വന്നു കേട്ടോ. നോമ്പ് തുറന്നിട്ട് എല്ലാവരും ഐസ് വെള്ളവും ജ്യൂസും ഒക്കെ അല്ലേ ഇപ്പം, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഗൈസ് ഞങ്ങളെല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാനായിട്ട്. അത് പെട്ടെന്നൊന്ന് കഴുകിയെടുക്കുവാണേ. ഹസ്ബൻഡ് അപ്പോൾ എണീറ്റ് കഴിക്കുന്നുണ്ട്. ആളുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടല്ലോ കേട്ടോ. ആളെൻ്റെ വഴക്ക് പറയും, ഇതിനൊക്കെ ഈ വെളുപ്പിനെ പണികളോ എന്ന് ചോദിക്കുവേ. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഗൈസ് അവന്മാർ പോയി അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാനിതാ പാത്രമൊക്കെ കഴുകിയിട്ട് ഇനി നിസ്കരിക്കാനായിട്ട് കയറും കേട്ടോ. അപ്പം ആൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഞാനും പള്ളിയിൽ പൊക്കോട്ടെ, നീയത്ത് പറഞ്ഞു തരുമോ എന്നൊക്കെ. അങ്ങനെ ഞാൻ അവന് നീയത്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവന് അവിടെ പോയി ഡ്രസ്സ് മാറുന്നുണ്ട്. പിന്നെ ഞാൻ ഹുളുവൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. നിസ്കരിക്കാനായിട്ട് പോവാണ്. അപ്പോൾ മുറിയിലല്ല കേട്ടോ, ഇവിടെ നിന്നാണ് ഞാൻ പകലൊക്കെ അവിടെ പോയി നിസ്കരിക്കും. സുബൈക്കൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് നിസ്കരിക്കുന്നത്. ബാങ്ക് വിളിച്ചിട്ടില്ല കേട്ടോ. അതിന് മുന്നേ തഹജ്ജുദ് നിസ്കരിക്കാനായിട്ട് പോവാണ്. എന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് ഓതും കേട്ടോ. ഓതിക്കൊണ്ടിരുന്നപ്പോൾ ആൾ വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. 10-25 മിനിറ്റ് കൂടെ ഉണ്ട് ഇനി ബാങ്ക് വിളിക്കാനായിട്ട്. കടന്നു പോകുന്നതിനെ അല്ലെങ്കിൽ അതിന് സൈനിക സംവിധാനങ്ങളും ശേഷിയൊക്കെ കൂടുതൽ അണിനിരത്തുവാൻ അപ്പോൾ എണീറ്റ് പള്ളിയിൽ പോടെ, ബാധ പോകുന്നില്ലേ? അങ്ങനെ ബാങ്കൊക്കെ വിളിച്ച് കഴിഞ്ഞു. ഇത് കണ്ടില്ലേ, ആളെയും പുള്ളിക്കാരത്തിനെയും വിളിച്ച് അവന്മാരെ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അവൾ അങ്ങനെ ഇടയ്ക്കൊക്കെ ഇപ്പം എണീക്കാറുള്ളൂ. ഇപ്പം അടുപ്പിച്ച് 2-3 ദിവസമായിട്ട് എണീക്കും കേട്ടോ. പക്ഷെ കഴിക്കുന്നതിൻ്റെ അവിടെയൊന്നും വരില്ല, ബെഡിൽ അങ്ങനെ തന്നെ കിടക്കുവേ. പിന്നെ അവന്മാരുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. കണ്ടില്ല എന്താണ് കാണിക്കുന്നത്? ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയതാണ് കേട്ടോ. എന്തായാലും ഇനി പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവന്മാർ വന്ന് കിടക്കും. ആ സമയങ്ങളിൽ ഞാൻ ഓർത്തു എന്നാൽ വാഷിംഗ് മെഷീനിലേക്ക് അലക്കാനിടാവുന്നു. അങ്ങനെ അവരൊക്കെ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കുന്നുണ്ട് കേട്ടോ. ഫാൻ ഇടുന്നത് കൊണ്ട് വീണ്ടും പൊങ്ങി വരുവാണ്. അതിനനുസരിച്ച് അവൾ അതിനെ ഇങ്ങനെ നീക്കി അവളും വിടുവാണ് കേട്ടോ. പിന്നെ ഞാൻ പോയി നിസ്കരിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ള തുണികളെല്ലാം കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ അതവിടെ കിടന്നങ്ങ് അലക്കിക്കോട്ടെ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരിച്ചിരി നേരം കൂടെ സുബഹി കഴിഞ്ഞിട്ട് പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങും കേട്ടോ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ ഉറങ്ങാനായിട്ട് പറ്റത്തില്ല. രാവിലെ തന്നെ എണീക്കേണ്ടി വരുവേ. ഇപ്പോൾ ഇന്ന് കുറച്ച് നേരം കൂടെ കിടക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. പാൻറ് ഷർട്ടൊക്കെ ഊര്
ഹലോ ഗൈസ്, അപ്പോൾ ഇതാ ഗൈസ്, ഞങ്ങൾ ഇന്ന് അനിയത്തിയുടെ വീട്ടിലാണേ നോമ്പ് തുറ. അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും മക്കളും കൂടെ ബസ്സിന് പോവാണ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം. മറിയ എവിടെ പോവാ? മറിയൂ എവിടെ പോവാ? ആരുടെ വീട്ടിലാ പോകുന്നേ? അമ്മാച്ചിയുടെയോ? അമ്മച്ചിയുടെ വീട്ടിൽ ആരുണ്ട്? അമ്മച്ചിയുടെ വീട്ടിൽ ആരുണ്ട്? അമ്മച്ചിയുടെ വീട്ടിൽ ആരുണ്ട്? ആരാ ഉള്ളേ അമ്മച്ചിയുടെ വീട്ടിൽ? ചോണ്ടോ? പിന്നെ ആരാ ഉള്ളേ? അബു ഇല്ലേ? അപ്പു ഉണ്ടോ? അപ്പു ഇല്ലേ? പിന്നെ ആരാ ഉള്ളേ? നമ്മളിതാ വീടിൻ്റെ അവിടെ നിന്ന് നടന്നാണ് കേട്ടോ പോയത് ഗൈസ്. ഓട്ടോ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ ഓട്ടോ കിട്ടിയില്ല. പിന്നെ നമ്മൾ കവല വരെ നടന്നേ 10 മിനിറ്റേ ഉള്ളൂ. പക്ഷേ ഈ നോമ്പും പിടിച്ച് വെയിലും കൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുമല്ല ഇബാദ് നോമ്പല്ലായിരുന്നോ, അവനും പറഞ്ഞു കേട്ടോ അമ്മീ വയ്യാ മടുത്തു എന്ന്. പക്ഷേ ഒറ്റ ഓട്ടോ ആ സമയത്ത് കിട്ടിയില്ല. ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്നറിയില്ലേ. അത് കഴിഞ്ഞ് നമ്മളിതാ ബസ് കിട്ടി. വീട്ടിൽ ചെന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു. അപ്പോൾ അവരുടെ വീട് നടക്കിയതാണ് വീടെത്തിയിട്ടുണ്ടായിരുന്നു. മക്കളൊക്കെ നിന്ന് കളിക്കുമായിരുന്നേ. രാവിലെ തന്നെ സോനായും അമ്മച്ചിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ സഹായിക്കാനായിട്ട്. പിന്നെ അവരുടെ ഉമ്മച്ചിയും ഉണ്ടായിരുന്നു, ഷിബിലിയുടെ ഉമ്മച്ചിയും ഉണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോഴത്തേക്കും അവിടെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ ഇവളെ ഇളക്കുന്നത് കണ്ടില്ലേ? ഇളക്ക് മാത്രമുള്ള ഇവക്കെ വെറുതെ നിൽക്കുകയാണ്. ചുമ്മാ വീഡിയോ കണ്ടപ്പോൾ ഇളക്കുന്നതാണേ. ആരും തെറ്റിദ്ധരിക്കേണ്ട ഗൈസ്, ഇവൾ പണിയെടുക്കുന്നതാണെന്ന്. വെറുതെ കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവളെ ഇങ്ങനെ ട്രോളാറുണ്ട്. പിന്നെ ഇതാ ഗൈസ്, നമുക്ക് ഇന്ന് സ്പെഷ്യലായിട്ടുള്ളത് പാൽക്കപ്പയാണേ. പാൽക്കപ്പ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. നല്ല രുചി ഉണ്ടായിരുന്നേ. പിന്നെ ഇതാ ഉച്ചമയക്കത്തിൽ ഇങ്ങനെ കയറിയതാണ്, പക്ഷേ ഉറങ്ങിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞിയും ജുവാ ബേബിയും വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞും ജുവാ ബേബി ആരാന്നറിയില്ല, എൻ്റെ ഇളയ സിസ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ രണ്ടാമത്തെ സിസ്റ്ററിൻ്റെ വീടാണ്. അപ്പോൾ ഇളയ സിസ്റ്ററാണ് കുഞ്ഞി, രണ്ടാമത്തെ സിസ്റ്റർ പച്ചു. മറ്റേ ഇപ്പോൾ കാണിച്ചു തന്നാൽ നേരത്തെ നാത്തൂൻ എന്ന് പറഞ്ഞില്ലേ, അവളാണ് ഞങ്ങളുടെ ഒരേ ഒരു നാത്തൂൻ സോന. അതായത് ഈ സംഭവം. ഇതാ ജുവാ ബേബി ആണെങ്കിൽ ആരോടും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മയുടെ കയ്യിരുന്ന് അവൾ ചിരിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കരയിപ്പിച്ചാണെങ്കിലും ഒന്ന് എടുത്തൊക്കെ നോക്കി വെളിയിലൊക്കെ കൊണ്ട് പോയപ്പം ആൾക്ക് ഇഷ്ടപ്പെട്ടെ. പിന്നെ ടാറ്റ 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 എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് ഏത് നേരവും ടാറ്റ പോകണം ഗൈസ്. പിന്നെ ഇതാ വൈകുന്നേരം ഇപ്പോൾ ഒരു മഴ മൂടലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പെയ്ച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ നോമ്പ് തുറക്കാനായിട്ട് ഉസ്താദുമാരൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടേബിളൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. മക്കളൊക്കെ ഇതാ നോമ്പ് തുറന്നിട്ട് തൊട്ട് ഫ്രണ്ടിലാണ് ഇവരുടെ പള്ളി. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. എന്താ നമ്മൾ കട്ട്ലേറ്റും സമൂസയും ഉഴുന്നടയും കാരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഈത്തപ്പഴം നമ്മളതൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് മുന്തിരി ജ്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഡെസേർട്ടായിട്ട് കണ്ണൂർ കോക്ടെയിലും ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി. ആദ്യമായിട്ടാണ് ഞാൻ അതും ടേസ്റ്റ് ചെയ്യുന്നത്. നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാ നമ്മൾ ഉസ്താദ് വരാറായപ്പോഴത്തേക്കും ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പത്തിരി, ഇടിയപ്പം, പാൽക്കപ്പ, ഫ്രൈഡ് റൈസ്, ചിക്കൻ, ബീഫ് എന്നൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കുലുക്കിയും കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.